അങ്ങനെ ആ രാക്ഷസ തവളയുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് അവൻ ഉരുണ്ടുരുണ്ട് ചെന്നെത്തിയത് വലിയൊരു ഗുഹയ്ക്കകത്താണ്. എന്നാൽ ആ ഗുഹയ്ക്കകത്ത് ഒരുപാട് വലിയ വലിയ മുട്ടകൾ അവൻ കാണുന്നുണ്ട്. തൊട്ടടുത്തായി ഒരു ഭീമാകാരനായ പാമ്പിന്റെ തൊലി ഉരിച്ചിട്ടതായി അവൻ കാണുന്നുണ്ട്. പെട്ടെന്ന് ആ ഗുഹയ്ക്കകത്തേക്ക് ഒരു വലിയ ജീവിയുടെ നിഴൽ അങ്ങനെ കടന്നു വരുന്നുണ്ട്. അത് കണ്ട് പേടിച്ച് അവൻ ഒരു മുട്ടയുടെ പിറകിൽ അങ്ങനെ ഒളിച്ചിരിക്കാൻ തുടങ്ങി. ആ ഗുഹയ്ക്കകത്തേക്ക് കടന്നു വന്നത് ഒരു ദിനോസർ ആയിരുന്നു. ആ ദിനോസർ അതിന്റെ കൂർത്ത നഖം കൊണ്ട് മുട്ടകൾ ഓരോന്നോരോന്നായി അങ്ങനെ പൊട്ടിച്ച് കഴിക്കാൻ തുടങ്ങി. ആ ദിനോസറിന്റെ കണ്ണിൽ പെടാതെ അങ്ങനെ ഒഴിഞ്ഞു മാറി ഒളിച്ചിരിക്കുമ്പോൾ പെട്ടെന്ന് ആ കുട്ടിയുടെ കയ്യിൽ കെട്ടിയ വാച്ചിലെ അലാറം അങ്ങനെ അടിക്കാൻ തുടങ്ങി. ആ ശബ്ദം കേട്ട് ദിനോസർ കുട്ടിയെ പിടിക്കാൻ അവിടെ ഉണ്ടായിരുന്ന മുട്ടകളൊക്കെ അങ്ങനെ പൊട്ടിച്ചുകൊണ്ട് അത് അവന്റെ പിറകെ ഓടാൻ തുടങ്ങി. പെട്ടെന്ന് ആ കുട്ടി അവിടെ ഉണ്ടായിരുന്ന ഒരു മുട്ടത്തോടിനകത്ത് കയറി ഒളിച്ചിരിക്കുകയാണ്. എന്നാൽ ആ ദിനോസർ ആ കുട്ടി ഒളിച്ചിരിക്കുന്ന മുട്ട കണ്ടെത്തിയിരിക്കുകയാണ്. എന്നാൽ അവിടെ മുട്ടകൾ ഇട്ട് വെച്ചിരുന്ന ആ വലിയ പാമ്പ് അങ്ങോട്ടേക്ക് വരികയാണ്. തന്റെ മുട്ടകളെല്ലാം പൊട്ടിച്ച് കഴിച്ചുകൊണ്ടിരിക്കുന്ന ദിനോസറിനെ ആ പാമ്പ് കടിച്ച് തിന്നു കളഞ്ഞു. തന്റെ മുട്ടകളെല്ലാം പൊട്ടിയത് കണ്ട് അത് വളരെ വിഷമത്തോടെ പൊട്ടിക്കിടക്കുന്ന മുട്ടകളെ നോക്കി ഉറക്കെ കരയാൻ തുടങ്ങി. ഈ സമയം മുട്ടത്തോടിനകത്ത് നിന്ന് പുറത്തേക്ക് വന്ന ആ കുട്ടിയെ ആ പാമ്പ് കാണുകയാണ്. പാർട്ട് 3 കമന്റ്